കേസ് ഇനിയും വരും. ആ വകുപ്പ് അത് ഉണ്ടാവുമല്ലോ. ADGP അജിത് കുമാർ സ്വർണം കടത്തിയാൽ വകുപ്പിലെ കേസ് തന്നെയല്ല, പൂരം കലക്കിയാൽ കേസില്ല. മനസ്സിലായോ? അരീക്കോടത്തെ പോലീസ് SOG ക്യാമ്പിൽ നിന്ന് ഫോൺ ചോർത്തുന്നു. അവിടുത്തെ അത്യാധുനിക ഈ പറയുന്ന മാവോയിസ്റ്റ് ആക്രമണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള UAPA കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സിസ്റ്റം ചോർത്തി ഈ പറയുന്ന ADGP അജിത് കുമാറും സുജിത് ദാസും അവർക്ക് ആവശ്യമായ കേരളത്തിലെ പ്രബലരായ മന്ത്രിമാരുടെ, പൊതുപ്രവർത്തകരുടെ, പത്രമാധ്യമ പ്രവർത്തകരുടെ, സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഫോണുകൾ ചോർത്തുന്നുണ്ട് എന്ന വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് പരിശോധിക്കണം എന്ന് പറയുന്ന പരാതി കൊടുത്ത്, ആ പരാതി കൊടുത്ത കണ്ടവനവിടെ നിൽക്കട്ടെ, കാണാത്ത ഞാൻ പറയാം എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി. കേസെടുക്കട്ടെ എന്ന്. ഇന്ന് ചിലപ്പോൾ ഈ പരിപാടിയുടെ മുന്നിൽ ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേക്കാം. ഞാനതിന് റെഡിയായിട്ട് നിൽക്കണം. ADGP സി മന്ദപുത്രനല്ലേ? ആ സി മന്ദപുത്രൻ എന്ത് ചെയ്യും? താങ്കളുടെ പാർട്ടിയുടെ ഷോർട്ട് ഫോം DMK എന്നാണ് വരിക. അപ്പൊ DMK അത്ര ശക്തമല്ലെങ്കിലും കേരളത്തിൽ ഒരു പാർട്ടി എന്ന നിലയ്ക്കുണ്ട്. അത് തമ്മിലൊരു കൺഫ്യൂഷൻ വരുമോ? അല്ല, കൺഫ്യൂഷൻ വരാണെന്നില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് C, പിന്നെ അതൊക്കെയല്ലേ അശ്വിനി? വല്ല കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാവും. ഒരാൾക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ല. ഇതിപ്പോൾ അവിടെ തമിഴ്നാട്ടിലൊരു DMK ഉണ്ട്, ഇവിടെ ഒരു DMK ഉണ്ട്. ഒരിക്കലും കൺഫ്യൂഷൻ ഇല്ലല്ലോ. എങ്ങനെ? ആ ബ്രാക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സോഷ്യൽ മൂവ്മെന്റ്. താങ്കളുടെ പാർട്ടിയോടുള്ള നിലപാട് വൈകാതെ UDF വ്യക്തമാക്കുന്നതാണ്. എന്താണ് UDF ഒരു നിലപാട്? സമതുലമാണോ? ഞാനോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഈ എന്താ പറയുക, കുട്ടി പറക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഗർഭിണിയാണ്. ഇന്നേ പ്രസവിക്കുന്നുള്ളൂ. ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി എന്താ പറയുക, ഒരു കാലുറക്കാനുള്ളൊരു ചെറിയ സമയമെങ്കിലും വേണ്ടേ? ജനം എന്ത് തീരുമാനിക്കുന്നു നോക്കാൻ നോക്കുന്നു. വി വിൽ സി. ഇത് ആരുടെയും കുത്തകയല്ല ജനം. അങ്ങനെ ചില ധാരണയിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതാണല്ലോ, എന്നാ പ്രബലന്മാരുണ്ട്. എന്താണ് ഇതിന്റെ മീനിങ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രബലന്മാരാക്കിയതാരാ? ഇനി ആ ആംഗിളിൽ നമുക്ക് സംസാരിക്കാം. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളല്ലേ. അപ്പം പ്രബലരല്ലാതാക്കുന്നത് ആരാണ്? ഈ പറയുന്ന ജനതയാണ്. ആ ജനതയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ ഈ സമൂഹത്തിൽ എന്താ പറയുക, നേരിട്ട വിഷയങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്. ഒരു ജില്ലയെ തന്നെ പരിപൂർണമായിട്ടും അപരവൽക്കരിക്കുന്ന രീതിയിൽ പറയുക മാത്രമല്ല, അത് ലോകം മുഴുവൻ എത്തത്തക്ക രീതിയിൽ ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തുക. എന്നിട്ട് പിന്നെ ഞാനത് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാം. എന്താ ഇവർക്ക് പറ്റിയ PR ടീമിന് പറ്റിയ അമളിയാണെന്ന് പറയുക. എന്നാൽ അങ്ങനെ ഒരു അമളി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പത്രം ഇറങ്ങി 15ാമത്തെ മണിക്കൂർ രാത്രി 8:30 മണിക്ക് ഞാനതിനെക്കുറിച്ച് കോഴിക്കോട് നിന്ന് ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നത്. പിറ്റേ ദിവസം 30 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതൊരു വിശദീകരണം വേണം. അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ രാവിലെ എന്തുകൊണ്ട് വിശദീകരണം കൊടുത്തിട്ടില്ല? അപ്പം ഇതൊക്കെ പച്ചക്കള്ളല്ലേ, പച്ചക്കള്ളം. ഇതൊക്കെ ഇനിയും നമ്മൾ വെറുതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്.